അടിക്കടിയുണ്ടാകുന്ന വിമാന ടിക്കറ്റ് നിരക്ക് വർധനയ്ക്ക് തടയിടാൻ കേന്ദ്ര സർക്കാർ വിമാന ടിക്കറ്റ് നിരക്കിൽ വരുത്തുന്ന മാറ്റം 24 മണിക്കൂറിനുള്ളിൽ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷനെ അറിയിച്ചാൽ മതിയെന്ന വ്യവസ്ഥ കേന്ദ്ര സർക്കാർ എടുത്തുകളയുന്നു. വ്യോമയാന മന്ത്രി റാം മോഹൻ നായിഡുവാണ് ഇക്കാര്യം അറിയിച്ചത്. രാജ്യസഭയിൽ വ്യോമയാന ബിൽ ചർച്ചയ്ക്കിടെയാണ് മന്ത്രി നിലപാട് വ്യക്തമാക്കിയത്. വിമാന ടിക്കറ്റ് നിരക്കിലെ ക്രമക്കേടുകൾ കൈകാര്യം ചെയ്യുന്നതിനും നിരക്ക് വർധന തടയുന്നതിനുമാണ് സർക്കാരിന്റെ ഈ നീക്കം. ഇനി തോന്നും പോലെ നിരക്ക് വർദ്ധിപ്പിക്കാൻ കഴിയില്ലെന്ന് മന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു. ഭാരതീയ വായുയാൻ വിധേയക് ബിൽ വ്യാഴാഴ്ചയാണ് പാർലമെന്റ് പാസാക്കിയത്. 2010 DGCA സർക്കുലർ പ്രകാരം ഒരു മാസം മുൻപ് വിമാന കമ്പനികൾ ടിക്കറ്റ് നിരക്ക് DGCA അറിയിക്കണം എന്നാണ്. ഇതേ സർക്കുലറിൽ തന്നെയുള്ള വ്യവസ്ഥ പ്രകാരം DGCAക്ക് നൽകിയ നിരക്കിൽ വിമാന കമ്പനികൾ വരുത്തുന്ന വ്യത്യാസം 24 മണിക്കൂറിനുള്ളിൽ DGCA അറിയിച്ചാൽ മതിയാകും. ഈ വ്യവസ്ഥയാണ് പുതിയ ബിൽ നീക്കം ചെയ്യുന്നത്. ഇതിലൂടെ അനിയന്ത്രിതമായ വിമാന ടിക്കറ്റ് നിരക്ക് വർധന തടയാനാകുമെന്നാണ് വ്യോമയാന മന്ത്രാലയത്തിന്റെ കണക്കുകൂട്ടൽ. വ്യവസ്ഥ നീക്കം ചെയ്യുന്നതോടെ ഒരു മാസം മുൻപ് നൽകിയ നിരക്കിൽ വിമാന കമ്പനികൾക്ക് മാറ്റം വരുത്താൻ സാധിക്കില്ലെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് ന്യൂസ് 99.